ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവർ എന്ത് മെസ്സേജാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്. ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജസ് എന്തെല്ലാമാണ്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒത്തിരി പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കായിട്ട് കുറേ അധികം കാര്യങ്ങൾ, സമ്പാദ്യങ്ങൾ കരുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കരുതി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അവരിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്നൊരു മെസ്സേജ്. അവർക്ക് വളരെയധികം കോൺഫിഡൻറ്റോടു കൂടി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും വളരെ ശക്തമായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. അവർ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരു പക്ഷേ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെപ്പറേഷൻ എൻഡ് ആക്കാൻ കഴിയുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റർ ആ വ്യക്തിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കാം. ആൻഡ് അതൊരു ഗുഡ് ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതറിയുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമായിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ഒരു സെപ്പറേഷനിൽ രണ്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ തിരിച്ചു വരവ് എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് തരത്തിലുള്ള ഡ്രീംസ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട്. എല്ലാ ദിവസങ്ങളും രാത്രിയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത സമയമില്ല. എസ്പെഷ്യലി നൈറ്റ് ടൈംസിൽ അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ചില ഇൻറ്റ്യൂഷൻസ് പോലെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഓർമ്മകൾ വരുന്ന പോലെയൊക്കെയുള്ള ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ആ സമയത്തെല്ലാം തന്നെ ഈ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാവുന്നുണ്ട്. ഈ വ്യക്തിയിൽ നിന്ന് വളരെ അധികം പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം കാണുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങളുടെ പേഴ്സണിലൂടെ അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത് ഈ സെപ്പറേഷൻ്റെ വേദന എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും താങ്ങാൻ പറ്റുന്നതിലപ്പുറമുള്ളൊരു വേദനയാണ് പരസ്പരം കാണാണ്ടിരിക്കുക അല്ലെങ്കിൽ സംസാരിക്കാണ്ടിരിക്കുക എന്നത് പറയുന്നത്. ആൻഡ് യെസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്, ഒരുപാട് പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ്. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ലവ് എനർജി വൈബ്രേഷൻ വളരെ കൂടിയിട്ടുണ്ട്. ഈ സമയത്ത്, ഈ റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എപ്പോഴാണോ നിങ്ങളിത് കേൾക്കുന്നത് ആ ഒരു മൊമെൻറ്റിൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ചിന്തിച്ചിരിക്കും എന്ന് മനസ്സിലാക്കാം. യെസ്, തീർച്ചയായിട്ടും അതിന് ഈ നമ്മൾ വായിച്ച ആ ഒരു കാർഡിന് ആ ഒരു കൺഫർമേഷൻ തരുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ്. ആൻഡ് നമ്പർ 40 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ് ഈ ഒരു സമയത്ത്. ആൻഡ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അവരുടെ ലോകം തന്നെ ഇത്രയും മനോഹരമാക്കി, അവരുടെ ജീവിതം ഇത്രയും സന്തോഷകരമാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് എത്ര ഡിസ്റ്റൻസിലായാലും ഒരിക്കലും ഒരു സെപ്പറേഷനും നിങ്ങളെ വേർതിരിക്കാൻ കഴിയില്ല, ഒരു ഡിസ്റ്റൻസിലും നിങ്ങളെ വേർതിരിക്കാൻ കഴിയില്ല. നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നമ്പർ 4, വീണ്ടും ആ ഒരു 4 എന്നുള്ള ഡിജിറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു 4 അല്ലെങ്കിൽ 40 ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ്
യെസ്, ഈ ഒരു നിമിഷം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകുമെന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ, സ്ക്രിപ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഫലം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ പോസിബിൾ ആകുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഓർത്ത് അനാവശ്യമായിട്ട് വറീഡ് ആകേണ്ടതില്ല. നിങ്ങൾ എപ്പോഴും ഓവറായിട്ട് ആങ്ഷ്യസ് ആകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാം പോലുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാൻ പറ്റാതെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ അലട്ടുന്നുണ്ട്. യാതൊരു കാര്യവും നിങ്ങൾ ഇങ്ങനെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പേഴ്സൺ ഇപ്പോൾ സെപ്പറേഷൻ ആവുക എന്നുള്ളത് യൂണിവേഴ്സലായിട്ടുള്ള ഒരു വിധിയാണെന്ന് മനസ്സിലാക്കി. യൂണിവേഴ്സ് തന്നെ തന്നിട്ടുള്ളൊരു വിധിയാണ്. ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടാണ് ഈ സെപ്പറേഷൻ തന്നിട്ടുള്ളത്. സോ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനിയും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ സ്റ്റഡീസിലേക്ക്, നിങ്ങളുടെ ജോലിയിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങളിലേക്ക് ആ സന്തോഷം തിരിച്ചു വരുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് വീണ്ടും കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾ അറിയാതെ തന്നെ ഇപ്പോൾ ഡിസ്റ്റൻസിലായിരുന്നിട്ട് കൂടിയും നിങ്ങളെ സീക്രട്ടായിട്ട് വളരെ ഇൻറ്റൻസ് ആയിട്ട് പ്രണയിക്കുന്നുണ്ട്, നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, മറ്റ് വ്യക്തികളിലൂടെ നിങ്ങളെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നാലും അതുപോലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പോസിഷൻസ് ഒക്കെ ആയിരുന്നാലും അതെല്ലാം തന്നെ ഇപ്പോൾ അവിടുത്തെ സാഹചര്യം വെച്ചെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും കഴിയും. അതിലൊരു സക്സസ് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുപോലെ ഒരു ഹീലിംഗ് തരുന്നുണ്ട്. ഓക്കെ, രണ്ട് കാർഡ് നിങ്ങൾ നോക്കുക. ഫൈനൽ കാർഡാണ്. രണ്ട് കാർഡിനും എത്രത്തോളം സാമ്യതയാണുള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു സെപ്പറേഷൻ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിളസ് ആയിട്ടുള്ള ചേഞ്ച് തന്നെ സംഭവിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഒരു മാജിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ബർത്ത്ഡേ വിഷസ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ബർത്ത്ഡേ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവാം, ജസ്റ്റ് കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഉടനെ വരുന്നൊരു ഡേറ്റിലായിരിക്കാം എന്ന് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ റെഡ് കളറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർ ഹോസ്പിറ്റലൈസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഓൾറെഡി ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ റിക്കവർ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ടാവാം. അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് യെല്ലോ കളർ കൂടുതൽ സിഗ്നിഫിക്കൻസ് ആണ് കാണിക്കുന്നത്. 37, 43, 35, 53, 50, നമ്പർ 7 ഈ നമ്പേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ബ്ലൂ കളർ, ഗോൾഡൻ യെല്ലോ കളർ, പർപ്പിൾ കളർ, ബ്ലാക്ക് കളർ ഈ കളേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളെയും കാണുന്നുണ്ട്. ആൻഡ് ഈ വ്യക്തിക്ക് പ്രത്യേകമായിട്ടുള്ള ചില അഡിക്ഷൻസ് ഉള്ളതായിട്ടും ഉള്ള ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അഡിക്ഷൻസ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങളോടായിരിക്കാം, ചില ഗെയിം അതുപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള അഡിക്ഷൻസ് ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റീഡിങ് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.